എവ്രിവൺ, ഈ വീഡിയോയിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉറപ്പായും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഇയേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ മൊഡ്യൂളിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ എന്ന മൊഡ്യൂൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസിൽ ഒരു പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്രൊണോളജിക്കൽ ഓർഡർ ബേസ് ചെയ്തുകൊണ്ട് ഇവന്റ്സിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് പേപ്പർ 1-ലായാലും പേപ്പർ 2-ലായാലും നിങ്ങൾക്ക് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്താൽ ഈ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഏരിയാസ് നിങ്ങൾക്ക് അറിയാം അല്ലെ. നമുക്ക് ഡിഫറെന്റ് കമ്മീഷൻസ് എന്നാ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്, ഡിഫറെന്റ് കമ്മിറ്റീസ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്, ഡിഫറെന്റ് ഇവന്റ്സ് എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഇനിഷ്യേറ്റീവ്സ് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വർഷങ്ങളിലൊക്കെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഇങ്ങനെ വളരെ സ്പെസിഫിക്കലി ഇയേഴ്സ് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവന്റ്സ് നടന്നിട്ടുള്ള വർഷങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളത് അഫ്കോഴ്സ് ഹയർ എഡ്യൂക്കേഷൻ ആസ് എ മൊഡ്യൂൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൊഡ്യൂളിൽ നിന്ന് ഈ ക്രൊണോളജി ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള 4 പ്രധാനപ്പെട്ട ഇവന്റ്സ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ 4 ഇവന്റ്സ് നടന്നിട്ടുള്ള വർഷങ്ങൾ നമ്മൾ നോക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. സോ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നും വളരെ റീസെന്റ് ആയിട്ട് നടന്ന ജൂൺ 2025 എക്സാമിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. So this is the question. Arrange the following events in the correct chronological sequence. And we have the options: establishment of the University of Madras, introduction of the Indian Universities Act, establishment of UGC, first national education policy of India. So നിങ്ങൾ നോക്കിയാൽ ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻസ്, ഈ 4 ഓപ്ഷൻസും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില ഇവന്റ്സ് ആണ് എന്നുള്ളത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഇത് ഓരോന്നും എന്തിനോട് റിലേറ്റഡ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എസ്റ്റാബ്ലിഷ്ഡ് ആയത് മറ്റൊരു പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോണിന്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ലൈക്ക് വൈസ് ഈ ഓരോ ഓപ്ഷൻസും നമുക്ക് ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഈ 4 പ്രധാനപ്പെട്ട ഇവന്റ്സിന്റെ ഇയേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില ഓപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ചില ഇവന്റ്സ് ആണ് ഈ ഓപ്ഷൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ 4 പ്രധാനപ്പെട്ട ഓപ്ഷൻസ് നമ്മൾ ഓരോന്നായിട്ട് എടുക്കും. എന്നിട്ട് ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഏത് എന്തെങ്കിലും കമ്മീഷൻസോ കമ്മിറ്റീസോ അതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നിലവിൽ വന്നത്, അത് നിലവിൽ വന്ന ഇയർ ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓപ്ഷൻസിനെ കൃത്യമായിട്ട് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. സോ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ കണ്ടത് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയർ ഐഡന്റിഫൈ എന്നുള്ളതാണ്. കാരണം ക്രൊണോളജിക്കലി ബേസ് ചെയ്തിട്ട് ക്രൊണോളജി ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓരോ സംഭവങ്ങൾ ഇവന്റ്സും നടന്നിട്ടുള്ള വർഷങ്ങൾ നമ്മൾ ഫൈനലി അല്ലെങ്കിൽ പ്രൈമറിലി അത് ഐഡന്റിഫൈ ചെയ്യണം. സോ ഈ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ അതാണല്ലേ പറയുന്നത്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. അപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു പിന്നിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ദാറ്റ് ഇസ് Wood's Dispatch. And this Wood's Dispatch was introduced, or it was came in the year 1854. 1854 ഈ വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇത് ചാൾസ് വുഡ് എന്ന് പറയുന്ന ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് വുഡ്സ് ഡിസ്പാച്ച് എന്നുള്ള പേരിൽ കോമൺലി അറിയപ്പെടുന്നത്. സോ ഈ ഡോക്യുമെന്റിനെ വളരെ സിഗ്നിഫിക്കന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ദിസ് ഈസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഏതാണ് മാഗ്ന കാർട്ട ഓഫ് എഡ്യൂക്കേഷൻ, മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്യുമെന്റ് ഏതാണെന്നുള്ളത് ഇതിന് മുൻ വർഷങ്ങളിൽ പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. സോ വൈ ഇസ് ഇറ്റ് ദിസ് പെർട്ടിക്കുലർ ഡോക്യുമെന്റ് ദിസ് മച്ച് ഇമ്പോർട്ടന്റ്? ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ, അതായത് ഇന്ത്യയില് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഈ വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിപ്പെട്ടിട്ടുള്ള
വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ആയിട്ടാണ് നമ്മൾ വുഡ്സ് ഡിസ്പാച്ചിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം ഇത് സിഗ്നിഫിക്കന്റ് ആണ്. ഈ ഇയർ ഓർത്ത് വെക്കുക, 1854. സോ ഇതെങ്ങനെയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. So the establishment of the universities in the three presidency towns of Calcutta, Bombay and Madras was recommended by this dispatch. അപ്പൊ ഈ ഡിസ്പാച്ചിന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് 3 പ്രസിഡൻസി ടൗൺസില്, കൽക്കട്ട, ബോംബെ, മദ്രാസ്, ഈ 3 പ്രസിഡൻസി ടൗൺസില് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ആ യൂണിവേഴ്സിറ്റീസ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മോഡൽ വരണം എന്നുള്ള റെക്കമെൻഡേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതിന്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ ആ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിൽ 1857 ബോംബെ, മദ്രാസ്, കൽക്കട്ട യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അപ്പൊ ഓൾറെഡി ഈ 2 ഇയേഴ്സും ഓർത്തിരിക്കുന്നത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അതായത് വുഡ്സ് ഡിസ്പാച്ച് വന്ന ഇയർ 1854 ആണ്. ആ 1854 വന്ന വുഡ്സ് ഡിസ്പാച്ചിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷൻസിന്റെ ഫലമായിട്ട് 1857 ഈ 3 പ്രസിഡൻസി ടൗൺസിൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷന്റെ ഇയർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അല്ലെ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് അതായിരുന്നു ക്വസ്റ്റ്യൻ. സോ അതേത് വർഷമാണ്? 1857. അടുത്തത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ഓഫ് 1902. ഇതും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ എസ്പെഷ്യലി മൊഡ്യൂൾ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഫ്രീക്വന്റ്ലി നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്ന മറ്റൊരു ഏരിയ ആണ് ഇമ്പോർട്ടന്റ് കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അതിൽ ഈ വുഡ്സ് ഡിസ്പാച്ച് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അതുപോലെ തന്നെയുള്ള വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. So this commission was a body appointed in 1902 on the instructions of Viceroy of India, Lord Curzon, intended to make recommendations for reforms in university education in India. So ഇതിനകത്ത് നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണാലിറ്റീസ്, അതായത് നമ്മൾ ഈ ഇമ്പോർട്ടന്റ് കമ്മീഷൻസ്, കമ്മിറ്റീസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ പറയുമ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ പേരുകൾ കൂടി ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതിനകത്ത് വളരെ സിഗ്നിഫിക്കന്റ്ലി ആരാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത് അല്ലെ. അപ്പോയിന്റഡ് ഇൻ 1902 ഓൺ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ലോർഡ് കഴ്സൺ. അപ്പൊ ആ ഒരു പേഴ്സണാലിറ്റി, ആ ഒരു അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെക്കുക. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ടു മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ റിഫോംസ് ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ റിഫോംസ് ആയിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ കമ്മീഷൻ ലോർഡ് കഴ്സൺ ആണ് ഇത് അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷന്റെ ബേസിസിലാണ് ഇത് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് നമ്മൾ പറഞ്ഞു. ആൻഡ് ഈ കമ്മീഷൻ ലീഡ് ചെയ്തത് ആരായിരുന്നു? അതിന്റെ ഒരു ഹെഡ് പൊസിഷനിൽ ഇരുന്ന ആളാരായിരുന്നു? ദാറ്റ് വാസ് തോമസ് ട്രെയിലെ. അപ്പൊ ഈ 2 പേരുകൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കാം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ടിനോട് റിലേറ്റഡ് ആയിട്ടിരിക്കുക? ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ആൻഡ് ദിസ് വാസ് ഇനാക്ടഡ് ഇൻ 1904 ആസ് എ റിസൾട്ട് ഓഫ് ദി കമ്മീഷൻസ് റിപ്പോർട്ട് ആൻഡ് റെക്കമെൻഡേഷൻസ്. ഈ കമ്മീഷന്റെ റിപ്പോർട്ട്സിന്റെയും റെക്കമെൻഡേഷൻസിന്റെയും അടിസ്ഥാനത്തിലാണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. ഈ ആക്ടിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മൾ ഈ കമ്മീഷന്റെ ഉദ്ദേശം പറഞ്ഞത് തന്നെയാണ് ആക്ടിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ദിസ് ആക്ട് വാസ് ബ്രോട്ട് ഫോർവേഡ് ടു റിഫോം ദി സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, എയിമിംഗ് ടു ഇംപ്രൂവ് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗവേണൻസ്. അപ്പോ ആ ടൈമിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസ്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസ്, അതിന്റെ സ്ട്രക്ചറിലും ഫംഗ്ഷനിങ്ങിലും റിഫോംസ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. സോ രണ്ടാമത്തെ ഓപ്ഷനും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1904. Coming to the next important option. അടുത്തത് നമ്മൾ കണ്ടത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് UGC ആണ്, ദി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. സോ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആദ്യമായിട്ട് എക്സിസ്റ്റൻസിലേക്ക് വരുന്നത് 1953 പക്ഷെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആയിട്ട് മാറുന്നത് 1956. അപ്പൊ ജനറലി നമ്മൾ 1956 ആണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഇയർ. പക്ഷെ ഈ 2 ഇയേഴ്സും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ അത് എന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയി മാറിയതെന്ന് വേണമെങ്കിൽ ചോദിക്കാം, എന്നത് എക്സിസ്റ്റൻസിലേക്ക് വന്നു എന്നുള്ളതും ക്വസ്റ്റ്യൻസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ 2 ഇയേഴ്സ് സിഗ്നിഫിക്കന്റ്ലി ഓർത്ത് വെക്കുക. സോ ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 20th December 1953 and became a statutory organization of the government of India
ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ 1956. എന്താണ് UGCയുടെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഒരു ബോഡി എക്സിസ്റ്റൻസിലേക്ക് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഫോർ ദി കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്, എക്സാമിനേഷൻ ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. അപ്പൊ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനോട് അനുബന്ധമായി നിൽക്കുന്ന മേഖലകൾ എന്തൊക്കെയാണത്? ടീച്ചിങ് ഉണ്ട്, എക്സാമിനേഷൻ ഉണ്ട്, റിസർച്ച് ഉണ്ട്. അപ്പൊ ഈ മേഖലകളുടെ കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ and also the maintenance of standards, coordination, determination and maintenance of standards of these different areas, teaching, examination and research in യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. അപ്പൊ ഇയർ ഓർത്ത് വെക്കുക 1956. അപ്പൊ അത് എക്സിസ്റ്റൻസിലേക്ക് വരുന്നത് 1953 ആണ്. പക്ഷെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി, അത് ഒരു ഫോർമലി അത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 1956 ഓർക്കാം. സോ അടുത്ത നമ്മുടെ ആ ഒരു ഓപ്ഷൻസിൽ നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഏത് വർഷമാണ് വന്നതെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർലി 3 പ്രധാനപ്പെട്ട പോളിസീസ് ആണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ഈ വർഷം ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. എസ്പെഷ്യലി നിങ്ങൾ നെറ്റിന് പഠിക്കുന്ന സമയത്ത് തന്നെ NEP 2020 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും ഒക്കെ നമ്മൾ പഠിക്കണം. അതും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അതിനു മുമ്പ് ഏതൊക്കെ പോളിസീസ് ഏതൊക്കെ വർഷങ്ങളിലാണ് വന്നിരിക്കുന്നത്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോളിസീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കാം. സോ ദി ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1968. 1968 ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്. അതിനുശേഷം രണ്ടാമത്തേത് വരുന്നത് 1986. മൂന്നാമത്തേതാണ് വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ കാണുന്ന 2020 വന്നിട്ടുള്ള NEP. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എസ്പെഷ്യലി ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസിനെ കുറിച്ച് പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പൊ കൊത്താരി കമ്മീഷൻ ഫോർ എക്സാമ്പിൾ, ആ കൊത്താരി കമ്മീഷനിൽ നിന്നാണ് ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അതിന്റെ ഇൻഫ്ലുവൻസ് രണ്ടാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഈ രണ്ടാമത്തെ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം അതിനകത്ത് റിവ്യൂ നടക്കുന്നതായിട്ടും അതിനുവേണ്ടി ചില കമ്മിറ്റീസ് ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൂടി അതിന്റെ കൂടെ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ ഒരു സെഷനിൽ നമ്മുടെ ഒരു ഏരിയ അതല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ സെഷൻസും ക്ലാസ്സസും ഒക്കെ നമ്മളുടെ സെഷൻസിൽ അവൈലബിൾ ആണ്. എനിവേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൈമറിലി നമ്മൾ ഇമ്പോർട്ടന്റ് ഇയേഴ്സ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഇയേഴ്സ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുമ്പോൾ ഈ ഇയേഴ്സ് ഓർത്ത് വെക്കാം. 1968, 1986, 2020. കമ്മിങ് ബാക്ക് ടു ദി കൺക്ലൂഷൻ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഇവന്റ്സ് എല്ലാം കൂടെ നമ്മളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാനായിട്ട് പോകാം. അല്ലെങ്കിൽ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് ദി ഇനീഷ്യൽ പാർട്ട് ഓഫ് ദിസ് വീഡിയോ. സോ ആദ്യം നമ്മൾ കണ്ടത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ആണ്. ദാറ്റ് ഹാപ്പൻ ഇൻ 1857. വുഡ്സ് ഡിസ്പാച്ചിന്റെ ഭാഗമായിട്ടാണ് അത് വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു 1902. അതിന്റെ റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായിട്ട് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് നിലവിൽ വരുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് UGC 1956, ബിക്കോസ് ആ ഇയർ ആണ് അത് ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ആൻഡ് ഫസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ഇന്ത്യ കെയിം ഇൻ 1968. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, ആദ്യം വരേണ്ടത് ഏതാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ആണ് അല്ലെ, 1857. Then introduction of the Indian Universities Act, രണ്ടാമത് അതാണ് വരേണ്ടത് 1904. Establishment of UGC 1956, so അതാണ് മൂന്നാമത് വരേണ്ടത്. And first national education policy of India should be the fourth one, because that was in 1968. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓർഡർ എന്താ? ABCD എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് chronological sequence. So ABCD is option A, so the right answer is option A itself. So ഈ വീഡിയോയിൽ നമ്മൾ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില ഇയേഴ്സ് ആണ് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിച്ചത്. ഈ പറഞ്ഞിരിക്കുന്ന 4 ഇവന്റ്സും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. അപ്പൊ ഇയേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ക്രോണോളജി ബേസ് ക്വസ്റ്റിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ചോദ്യങ്ങളിലും ഈ ഇവന്റ്സ് അറിയുന്നതും അതിന്റെ ഇയേഴ്സ് ഓർത്ത് വെക്കുന്നതും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അപ്രോച്ച് ഹയർ എഡ്യൂക്കേഷനിൽ എടുക്കാനായിട്ട് സാധിച്ചാൽ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. സോ വെൻ യു ആർ പ്രിപ്പയറിംഗ്, ഈ രീതിയിലുള്ള അതായത് ക്വസ്റ്റ്യൻസ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് കൂടി പരിശോധിക്കുക. അതായത് ഏത് രീതിയിലാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്, ഓരോ ഏരിയയിൽ നിന്നും എന്തൊക്കെ ഏരിയാസ് ആണ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്നത്, ആ ചോദിക്കുന്ന ഏരിയാസിൽ തന്നെ എന്ത് കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ
ഇപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ബ്രോഡർ ടോപ്പിക് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. സോ അതിൽ എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ തന്നെ എന്തിനു കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം, പഠിക്കുന്ന കാര്യങ്ങളെ തന്നെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇതൊക്കെ ക്വസ്റ്റ്യൻസിന്റെയും കൂടെ അടിസ്ഥാനത്തിൽ അനലൈസ് ചെയ്യുക എന്നുള്ളത് സിഗ്നിഫിക്കന്റ് ആണ്. സോ നിങ്ങൾ വളരെ സീരിയസ്ലി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയും അങ്ങനെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് സഹായകരമാണ് എന്ന് തോന്നുന്നെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ആപ്പിൾ പേയുടെ കോഴ്സസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വി ഹാവ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസോട് കൂടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആപ്പിൾ ബിയുടെ കോഴ്സസും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.